सर्वेषां रुद्राज स्कूल प्रति स्वागतम्। सप्तमकक्षायाः चतुर्थम् एककं भवति सहृदयता। സഹൃദയതയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അവസാനത്തെ യൂണിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സഹൃദയത സാഹിത്യം ഭാഷാം പരിപോഷയതി. സാഹിത്യം ഭാഷയെ പരിപോഷിപ്പിക്കുന്നു. സാഹിത്യം എന്ന് പറഞ്ഞാൽ സാഹിത്യ രൂപങ്ങൾ നമുക്കറിയാം. കഥകള്, കവിതകള്, നാടകങ്ങള്, നോവലുകള് എന്ന് തുടങ്ങി പലതരത്തിലുള്ള സാഹിത്യ രൂപങ്ങള് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാഹിത്യ രൂപങ്ങള് ഭാഷയെ പരിപോഷിപ്പിക്കുന്നു, ഭാഷയെ വളർത്തുന്നു. ഭാഷയുടെ വളർച്ചയ്ക്ക് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സാഹിത്യ രൂപങ്ങളാണ് കാരണമാവുന്നത്. ലൗകിക വൈദിക വാങ്മയാത്മകം സംസ്കൃത സാഹിത്യം ഇതര സാഹിത്യ അപേക്ഷയാ പ്രമുഖം ഭവതി. സംസ്കൃത സാഹിത്യത്തിന്റെ ഒരു പ്രത്യേകത, പ്രാമുഖ്യത്തെ പറയുന്ന ഒരു കാര്യമാണ്, സംസ്കൃത സാഹിത്യത്തിന് മാത്രമാണ് വൈദിക സാഹിത്യമെന്നും ലൗകിക സാഹിത്യമെന്നും രണ്ട് വിഭാഗങ്ങളുണ്ട്. വൈദിക സാഹിത്യം എന്ന് പറഞ്ഞാല് വേദം മുതലായ കാര്യങ്ങൾ എഴുതപ്പെട്ടു എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കാലഘട്ടം, വേദവുമായി ബന്ധമുള്ള ആ ഒരു കാലഘട്ടത്തെ വൈദിക സാഹിത്യ കാലഘട്ടം എന്നും, ലൗകിക കാലഘട്ടം അല്ലെങ്കിൽ ലൗകിക സാഹിത്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന കാവ്യങ്ങളും കഥകളും ഒക്കെ അടങ്ങുന്ന, നാടകങ്ങളൊക്കെ അടങ്ങുന്ന ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യ മേഖലയെ നമുക്ക് ലൗകിക സാഹിത്യം എന്നും പറയാം. അപ്പോ ലൗകിക വൈദിക വാങ്മയാത്മകം, ലൗകികവും വൈദികവുമായ സാഹിത്യം നിലനിൽക്കുന്ന സംസ്കൃത സാഹിത്യം, രണ്ട് തരത്തിലുള്ള സാഹിത്യങ്ങൾ നിലകൊള്ളുന്ന സംസ്കൃത സാഹിത്യം ഇതര സാഹിത്യ അപേക്ഷയ മറ്റ് സാഹിത്യങ്ങളെ, മറ്റു ഭാഷയിലെ സാഹിത്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ പ്രമുഖം ഭവതി, വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്കൃത സാഹിത്യം അത്രയും വിപുലമാണ്. മറ്റു ഭാഷകളെക്കാൾ സംസ്കൃത സാഹിത്യ ലോകം എന്ന് പറയുന്നത് വൈദിക കാലഘട്ടത്തിലും ലൗകിക കാലഘട്ടത്തിലും വളരെയധികം സാഹിത്യ സൃഷ്ടികൾ ഉണ്ടായിട്ടുള്ള ഒരു സാഹിത്യമാണെന്ന് പറയുന്നു. പൗരാണികാഹ ആധുനികാഹ ച പണ്ഡിതാഹ സാഹിത്യസ്യ അസ്യ പ്രചാരകാഹ ഭവന്തി. പൗരാണികരും ആധുനികരുമായിട്ടുള്ള പണ്ഡിതന്മാർ. പൗരാണികർ എന്ന് പറഞ്ഞാല് പുരാതന കാലത്തെ, അതായത് വൈദിക കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് പറയാം? പൗരാണികര്. പുരാതന കാലത്തെ പണ്ഡിതരെ പൗരാണികരെന്ന്, ആ സാഹിത്യകാരന്മാരെ. ഇന്നത്തെ കാലത്തെ ലൗകിക കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരെ ആധുനികാഹ എന്ന് പറയുന്നു. അപ്പൊ പൗരാണികരും ആധുനികരുമായിട്ടുള്ള പണ്ഡിതന്മാര് അസ്യ സാഹിത്യസ്യ, ഈ സാഹിത്യത്തിന്റെ, സംസ്കൃത സാഹിത്യത്തിന്റെ പ്രചാരകാഹ ഭവന്തി, പ്രചാരകരാണ്. അതിനെ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാവരിലേക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏകകേസ്മിൻ പൂർവോക്തേഷു പണ്ഡിതേഷു അന്യതമസ്യ ജീവനചരിതം അധികൃത്യ ഏകഃ പാഠഃ ചമ്പൂകാവ്യം അധികൃത്യ കശ്ചന പാഠഃ ച വർത്തതെ. എന്താണ് നമ്മുടെ ഈ ഏകകത്തില് സഹൃദയത എന്ന് പറയുന്ന 4ാമത്തെ യൂണിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത് പൂർവോക്തേഷു പണ്ഡിതേഷു അന്യതമസ്യ ജീവനചരിതമധികൃത്യ പാഠഃ. നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള സംസ്കൃതത്തിന്റെ പ്രചാരത്തിന് വേണ്ടിയിട്ട്, സംസ്കൃതത്തിനെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട്, സാഹിത്യ രൂപങ്ങളിലൂടെ സംസ്കൃതത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെയധികം മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു പണ്ഡിതന്മാരിൽ വെച്ച് ഒരാളെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ ജീവനചരിതം, അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രവും, മറ്റൊരു പാഠം ചമ്പൂ കാവ്യത്തെ കുറിക്കുന്ന ഒരു പാഠഭാഗവുമാണ് നമുക്ക് 4ാമത്തെ യൂണിറ്റില് പഠിക്കാനുള്ളത്. നോക്കാം. സഹൃദയത എന്ന 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം. അസ്മാകം നവമഃ പാഠഃ വാക്യകോവിദഃ. വാക്യകോവിദഃ, കോവിദഃ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സമർത്ഥഃ, നിപുണഃ, അതായത് വളരെ അവിടെ ഒരാളുടെ കഴിവിനെ സൂചിപ്പിക്കുകയാണ്, സമർത്ഥനായിട്ടുള്ളവൻ. അപ്പൊ വാക്യകോവിദഃ എന്ന് പറഞ്ഞാല് വാക്യങ്ങളിൽ പണ്ഡിതനായിട്ടുള്ളവൻ, വാക്യങ്ങളിൽ നിപുണനായിട്ടുള്ളത്, അതായത് ഭാഷയിൽ പണ്ഡിതനായിട്ടുള്ളത്, ഭാഷാ പണ്ഡിതനായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തില് വാക്യകോവിദഃ എന്ന പേരാണ് നമ്മുടെ പാഠഭാഗത്തിന് കൊടുത്തിരിക്കുന്നത്. ഭാഷാ പണ്ഡിതൻ, ഭാഷയിൽ നിപുണൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നോക്കാം. മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദഃ, പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരുദേവഃ,
കുമാരനാശാൻ, PC ദേവസ്യ, ഫാദർ ജോൺ കുന്നപ്പള്ളി, IC ചാക്കോ ഇത്യാദീനാം സംസ്കൃത പണ്ഡിതാനാം ചിത്രാണി പ്രദർശ്യ സംസ്കൃത സാഹിത്യെ തേഷാം യോഗദാനമധികൃത്യ ചർച്ചയിതി. ഇവിടെ പറയുന്നത് ഈ പറഞ്ഞ പേരുകളൊക്കെ കുറെ നിങ്ങൾക്ക് പരിചിതമായ പേരുകളാണ് കേട്ടോ. നമുക്ക് സംസ്കൃത ലോകത്ത് നമ്മൾ കേട്ട് പഴകിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പേരുകളാണ്. അപ്പൊ നിങ്ങളോട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ചെയ്യാൻ പറയുന്ന ഒരു പ്രവർത്തനമാണ് ഈ പറഞ്ഞിരിക്കുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദ, പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരുദേവൻ, കുമാരനാശാൻ, PC ദേവസ്യ, ഫാദർ ജോൺ കുന്നപ്പള്ളി, IC ചാക്കോ ഇത്തരത്തിലുള്ള സംസ്കൃത പണ്ഡിതന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് സംസ്കൃത സാഹിത്യ, അതായത് സംസ്കൃത ഭാഷയില് സംസ്കൃത സാഹിത്യ ലോകത്ത് തേഷാം യോഗദാനം അധികൃത്യ അവരുടെ സംഭാവനകള് അവരെന്തൊക്കെയാണ് സംസ്കൃത സാഹിത്യത്തിന് വേണ്ടിയിട്ട് സംസ്കൃത ഭാഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചർച്ച ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ഓരോ സാഹിത്യകാരന്മാരുടെയും ചിത്രം പ്രദർശിപ്പിച്ച് അവരെ കുറിച്ചിട്ട് അവരുടെ സംഭാവനകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതൊരു അറിവായിരിക്കും. അപ്പൊ നിങ്ങളത് ക്ലാസ് റൂമുകളിൽ വളരെ നല്ല രീതിയിൽ ചർച്ചയിലൂടെ മനസ്സിലാക്കുക. ആമുഖം നോക്കാം. ഭാരതദേശ അനേകേഷ മനീഷിന ജന്മദേശോ ഭവതി. ഭാരതദേശം, നമ്മുടെ ഭാരതം, അനേകേഷ മനീഷിന, അതായത് ഒരുപാട് പണ്ഡിതന്മാരുടെ ജന്മദേശമാണ്. ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട് നമ്മുടെ ഭാരതദേശം. തേ അസ്മാകം കലാം സംസ്കൃതിം ച ദേശവിദേശേഷു പ്രചാരിതവന്തഃ. തേ അവർ, ആ പണ്ഡിതർ, അസ്മാകം കലാം സംസ്കൃതിം ച നമ്മുടെ കലകളെയും സംസ്കൃതി അതായത് സംസ്കാരം, നമ്മുടെ ഭാരതീയ സംസ്കാരത്തെയും ഭാരതീയ കലകളെയും ദേശവിദേശേഷു വിദേശങ്ങൾ, അതായത് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ പണ്ഡിതന്മാരായിട്ടുള്ള സാഹിത്യകാരന്മാർ നമ്മുടെ ഭാരതത്തിന്റെ കലയെയും സംസ്കാരത്തെയും പ്രചരിപ്പിച്ചു. അതായത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടിയിരുന്ന ഭാരതീയ കലകളെയും ഭാരതത്തിന്റെ സംസ്കാരത്തെയും ഇതുപോലുള്ള പണ്ഡിതന്മാരായിട്ടുള്ള നമ്മുടെ ഭാരതീയരായിട്ടുള്ള സാഹിത്യകാരന്മാരിലൂടെ അത് മറ്റ് വിദേശ രാജ്യങ്ങളിലും എത്തിക്കാൻ സാധിച്ചു. അസ്മാദേവ കാരണാത് പാശ്ചാത്യാഹ ജിജ്ഞാസയാ അസ്മാൻ സംപശ്യന്തി. അസ്മാദേവ കാരണാത്, ആ ഒരു കാരണം കൊണ്ട് തന്നെ പാശ്ചാത്യാഹ ജിജ്ഞാസയ, പാശ്ചാത്യന്മാര് അതായത് വിദേശികള്, പാശ്ചാത്യാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിദേശികൾ എന്നുള്ള അർത്ഥത്തിലാണ്. വിദേശികള് ജിജ്ഞാസയ, ജിജ്ഞാസ എന്നുള്ളത് നമുക്കറിയാം, ജ്ഞാതും ഇച്ഛ, അറിയുവാനുള്ള ആഗ്രഹം. അപ്പൊ ഇന്ത്യൻ സംസ്കൃതിയെയും കലയെയും ഒക്കെ കുറിച്ചിട്ട് അവര് അവിടെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട്, ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട് ജിജ്ഞാസ കൊണ്ട്, അറിയുവാനുള്ള ആ ആഗ്രഹം കൊണ്ട് അവര് അസ്മാൻ നമ്മളെ സംപശ്യന്തി ഉറ്റുനോക്കുന്നു. അതായത് പുസ്തകങ്ങളിലും അല്ലെങ്കിൽ അവിടെ കേട്ടിട്ടുള്ള അറിവ് കൊണ്ടും ഈ ഇന്ത്യൻ സംസ്കാരം ഇങ്ങനെയാണ്, ഇന്ത്യൻ കലകൾ ഇങ്ങനെയാണെന്നൊക്കെ അവർക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി അവർ ഇന്ത്യയിലേക്ക്, നമ്മൾ ഭാരതീയരിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോ ഭാരതസ്യ പ്രതിഷ്ഠേ ദ്വേ സംസ്കൃതം സംസ്കൃതിസ്തത ഇതി വചനം പ്രസിദ്ധം ഭവതി. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഭാരതത്തിന്റെ പ്രതിഷ്ഠയില് അതായത് ഭാരതത്തിന്റെ നിർമ്മിതിയില് രണ്ട് കാര്യങ്ങളാണ് പ്രമുഖമായിട്ടുള്ളത്. അതായത് സംസ്കൃതവും സംസ്കൃതിയും. സംസ്കൃതം എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷ, സംസ്കൃതി എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ സംസ്കാരം. അതായത് ഭാരതം എന്നുള്ള ഈ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടനയില്, ആ ഒരു നിർമ്മിതിയില് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത് സംസ്കൃത ഭാഷയെയും ഭാരതീയ സംസ്കൃതിയെയുമാണ്, ഭാരതത്തിന്റെ സംസ്കാരത്തെയുമാണ് എന്നുള്ള ഈ ഒരു വചനം, ഭാരതസ്യ പ്രതിഷ്ഠേ ദ്വേ സംസ്കൃതം സംസ്കൃതിസ്തത ഇതി വചനം, ഈ ഒരു വാക്യം പ്രസിദ്ധം ഭവതി, വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. സ്വജീവനെ വിവിധാൻ ക്ലേശാൻ അനുഭൂയാപി ബഹവോ മഹാത്മാനഃ വിജയ സോപാനാനി ആരൂഢാഃ. സ്വജീവനെ, സ്വന്തം ജീവിതത്തില്, വിവിധാൻ ക്ലേശാൻ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ക്ലേശ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ, റിസ്കുകൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അനുഭൂയാപി, അത് അനുഭവിച്ചിട്ട് പോലും,
ബഹവോ മഹാത്മാനഹ, ബഹവഹ ഒരുപാട് മഹാത്മാക്കള്, വിജയ സോപാനാനി ആരൂഢാഹ വിജയത്തിന്റെ പടികൾ, അതായത് വിജയം എന്ന് പറഞ്ഞാല് നമ്മുടെ വിജയത്തിന്റെ സോപാനം, ചവിട്ടുപടികള്, ആരൂഢാഹ കയറിയിട്ടുള്ളത്. അപ്പോ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഭാരതീയരായിട്ടുള്ള സാഹിത്യകാരന്മാര്, മഹാത്മാക്കളായിട്ടുള്ള നമ്മുടെ ഭാരതത്തിന്റെ സാഹിത്യകാരന്മാര് വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറി വന്നു. തേ ഏവ ആദർശ പുരുഷാഹ ചിരസ്മരണീയാശ്ച, അവരാണ്, തേ എന്ന് പറഞ്ഞാൽ അവർ, അവരാണ് ആദർശ പുരുഷാഹ ചിരസ്മരണീയാശ്ച. ചിരസ്മരണീയാഹ എന്ന് പറഞ്ഞാല് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്നവര്. ആദർശ പുരുഷാഹ എന്ന് പറഞ്ഞാൽ മാതൃകാ പുരുഷന്മാര്. പത്രത്തിൽ അത്രയും കഠിനമായ ജീവിത സാഹചര്യങ്ങളോട് കൂടി വന്നിട്ടുള്ള, സാഹിത്യത്തിനു വേണ്ടിയും നമ്മുടെ സംസ്കാരത്തിനു വേണ്ടിയും നിലകൊണ്ടിട്ടുള്ള അവരാണ് നമുക്ക് ശരിക്കും ആദർശ പുരുഷന്മാർ, റോൾ മോഡൽസ് ആയിട്ട് നിൽക്കുന്ന മാതൃകാ പുരുഷന്മാരും അതുപോലെ നമ്മൾ എന്നും ഓർക്കുന്നവരുമായിട്ടുള്ള, നമ്മൾ എന്നും നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉൾപ്പെടുത്തേണ്ടവരുമായിട്ടുള്ളവര് അവരാണ്. തേഷാം ജീവനം അസ്മാകം പ്രചോദകം അഭിഭവതി, അവരുടെ ജീവനം, അവരുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് അസ്മാകം പ്രചോദകം അഭിഭവതി, നമ്മളുടെ പ്രചോദകം, അതായത് അത്തരത്തിലുള്ള അവരുടെ ജീവിത കഥകള് പഠിക്കുക വഴി, അവരുടെ ജീവിത കഥകൾ മനസ്സിലാക്കുക വഴി നമുക്കതൊരു പ്രോത്സാഹനമാണ്, നമുക്കതൊരു മോട്ടിവേഷനാണ്, പ്രചോദകം പ്രചോദിപ്പിക്കുന്നതാണ്, നമുക്കൊരു പ്രചോദകം പോലെ വരുന്നതാണ് അവരുടെ ജീവനചരിതങ്ങൾ. അപ്പൊ ഇവിടെ നമ്മളൊരു അത്തരത്തിലുള്ള ഒരു പണ്ഡിതനെ കുറിച്ചിട്ട്, വാക്യ ഗോവിതഹ എന്ന പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഭാഷാ പണ്ഡിതനെ കുറിച്ചിട്ടൊരു പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കാം. സാനുജഃ കശ്ചന ബാലഃ ശ്രീകണ്ഠേശ്വര ക്ഷേത്രാത് പിത്ര ആനീയമാനം മന്ദിരാന്നം പ്രതീക്ഷ്യ തിഷ്ഠതി. ജീവനെ ബഹൂൻ ക്ലേശാൻ അനുഭൂയ സഹ സംസ്കൃത ഭാഷാമധീതെ. കാലാന്തരെ സംസ്കൃത ഭാഷായാഃ വിവിധാനി സോപാനാനി ആരുഹ്യ മഹോന്നതം രാഷ്ട്രപതി പുരസ്കാരം പ്രാപ്നോതി. ശിഷ്യ പ്രശിഷ്യ പരമ്പരയാ ആ കേരളം സംസ്കൃത ഭാഷാം പ്രചാരയതി. ഇവിടെ ഒരു സംസ്കൃത പണ്ഡിതനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാനുജഃ കശ്ചന ബാലഃ. സാനുജഃ, അനുജഃ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയൻ, അനുജഃ. സാനുജഃ എന്ന് പറഞ്ഞാൽ അനുജനോട് കൂടിയ, കശ്ചന ബാലഃ ഒരു ആൺകുട്ടി, അനിയന്റെ കൂടെയുള്ള ഒരു ആൺകുട്ടി. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര, ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് പിത്ര ആനീയമാനം, പിത്ര അച്ഛനാൽ കൊണ്ടുവരുന്ന, ആനീയമാനം മന്ദിരാന്നം അച്ഛനാൽ കൊണ്ടുവരുന്ന, മന്ദിരാന്നം അമ്പലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നിവേദ്യം, നിവേദ്യ ചോറ്, പ്രതീക്ഷ്യ പ്രതീക്ഷിച്ചുകൊണ്ട് തിഷ്ഠതി നിൽക്കുന്നു. സാനുജഃ കശ്ചന ബാലഃ ശ്രീകണ്ഠേശ്വര ക്ഷേത്രാത് പിത്ര ആനീയമാനം മന്ദിരാന്നം പ്രതീക്ഷ്യ തിഷ്ഠതി. അനുജനോട് കൂടിയ ഒരു ആൺകുട്ടി ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് അച്ഛൻ കൊണ്ടുവരുന്ന ആ നിവേദ്യ ചോറിനായിട്ട് കാത്ത്, അതായത് അത് പ്രതീക്ഷിച്ച് നിൽക്കുന്നു. ജീവനെ ബഹൂൻ ക്ലേശാൻ അനുഭൂയ സഹ സംസ്കൃത ഭാഷാമതീതി. അപ്പൊ ആ ഒരു വരിയിൽ നമ്മൾ കണ്ടത് ആ ആൺകുട്ടിയുടെ ചെറുപ്പകാലം, ബാല്യകാലം എത്രത്തോളം കഷ്ടപ്പാട് നിറഞ്ഞതാണ്. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യ ചോറ് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു കുട്ടിയായിരുന്നു എന്നുള്ള ആ ഒരു ചിന്തയാണ് നമുക്ക് തരുന്നത്. അപ്പോ ജീവിതത്തില് ജീവനെ ബഹൂൻ ക്ലേശാൻ, ഒരുപാട് തരത്തിലുള്ള ക്ലേശങ്ങള്, ബുദ്ധിമുട്ടുകള്, അനുഭൂയ സഹ സംസ്കൃത ഭാഷാമധീതെ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് സഹ അവൻ, അദ്ദേഹം സംസ്കൃത ഭാഷാമധീതെ സംസ്കൃത ഭാഷ പഠിച്ചു, അധ്യയനം ചെയ്തു. കാലാന്തരേ, കാലാന്തരേ സംസ്കൃത ഭാഷായാഃ വിവിധാനി സോപാനാനി ആരുഹ്യ മഹോന്നതം രാഷ്ട്രപതി പുരസ്കാരം പ്രാപ്നോതി. കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു, കാലാന്തരേ കാലത്തിന് ശേഷം സംസ്കൃത ഭാഷായാഃ സംസ്കൃത ഭാഷയുടെ വിവിധാനി സോപാനാനി പലതരത്തിലുള്ള
ചവിട്ടുപടികള് ഓരോ നിലയിൽ അദ്ദേഹം കയറിക്കൊണ്ട് മഹോന്നതം, വളരെ ഉന്നതമായിട്ടുള്ള, ഉന്നതിയിൽ നിൽക്കുന്ന, നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പുരസ്കാരം, ഏറ്റവും ഉന്നതമായ പുരസ്കാരം എന്ന് പറയുന്നത് രാഷ്ട്രപതി പുരസ്കാരമാണ്. അങ്ങനെയുള്ള രാഷ്ട്രപതി പുരസ്കാരം ലഭിക്കുന്നു. ആ ആൺകുട്ടി ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞ അവന്റെ ബാല്യകാലത്തിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് സംസ്കൃത ഭാഷ പഠിച്ചു. ഒരു കാലങ്ങൾക്ക് ശേഷം സംസ്കൃത ഭാഷയുടെ പലതരത്തിലുള്ള സോപാനങ്ങൾ കയറി തരത്തിലുള്ള മേഖലയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം രാഷ്ട്രപതി പുരസ്കാരം നേടുന്നു. ശിഷ്യ പ്രശിഷ്യ പരമ്പരയാ ആ കേരളം സംസ്കൃത ഭാഷ പ്രചാരയതി. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ്, ശിഷ്യ പ്രശിഷ്യ, അതായത് സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ശിഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം. അവരുടെയും ശിഷ്യൻ, അതായത് ഇങ്ങനെ ഓരോ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ ജനറേഷനെയും നമുക്ക് അങ്ങനെ നീട്ടി പറയുന്നതാണ് ശിഷ്യ പ്രശിഷ്യ, അയാളുടെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയാ, ആ ഒരു പരമ്പര കൊണ്ട്, ശിഷ്യന്മാരുടെ പരമ്പര കൊണ്ട് ആ കേരളം മുഴുവൻ, കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ കേരളം സംസ്കൃത ഭാഷാം പ്രചാരയതി. അദ്ദേഹം ഒരാളല്ല അവിടെ അത് പ്രചരിപ്പിക്കുന്നത്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ഒരു പരമ്പര തന്നെ കേരളം മുഴുവൻ സംസ്കൃത ഭാഷ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് ആ വരിയിൽ പറയുന്നത്. അത്തരത്തിലുള്ള ആ ബാലകനെ കുറിച്ചിട്ട്, ആ ആൺകുട്ടി ആരാണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. ആർ വാസുദേവൻ പോറ്റി മഹോദയ സംസ്കൃത പണ്ഡിതേഷു അഗ്രഗണ്യ ആസീത്. അയം മഹാത്മാ നവവിംശത്യധിക നവശതോത്തര ഏകസഹസ്രതമേ വർഷേ ജനുവരി മാസസ്യ അഷ്ടാവിംശതിതമേ ദിനാങ്കേ കർണാടക രാജ്യസ്യ മംഗലാപുര സമീപസ്ഥേ കൊക്കട ഗ്രാമേ ജന്മ പ്രാപ്തവാൻ. അസ്യ മാതാ കാവേരി അമ്മാൾ പിതാ വി രാമൻ പോറ്റി മഹാശയശ്ച ആസീത്. ജന്മന അയം കർണാടകീയശ്ചേതപി അസ്യ പ്രവർത്തിമണ്ഡലം കേരള രാജ്യമാസീത്. ആർ വാസുദേവൻ പോറ്റി മഹോദയ. വാസുദേവൻ പോറ്റി മഹോദയ എന്ന് പറയുന്ന സംസ്കൃത പണ്ഡിതനെ കുറിച്ചിട്ടാണ് നമ്മൾ മുൻപ് വായിച്ച വരികളിൽ പറഞ്ഞത്. ആ ആൺകുട്ടി ആർ വാസുദേവൻ പോറ്റി മഹോദയ എന്ന സംസ്കൃതത്തിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സംസ്കൃത പണ്ഡിതനെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗം. സംസ്കൃത പണ്ഡിതേഷു അഗ്രഗണ്യ ആസീത്. അദ്ദേഹം സംസ്കൃത പണ്ഡിതന്മാരിൽ വെച്ച് അഗ്രഗണ്യ, അതായത് ഏറെ മുന്നിൽ നിൽക്കുന്ന, അതായത് പ്രഥമ ഗണനീയൻ തന്നെയാണ്. ആദ്യം നമ്മൾ പറയേണ്ട പേര് അദ്ദേഹത്തിന്റെ തന്നെയാണ്. അയം മഹാത്മാ, അദ്ദേഹം 1929 നവവിംശത്യധിക നവശതോത്തര ഏകസഹസ്രതമേ വർഷേ 1929 ജനുവരി മാസസ്യ അഷ്ടാവിംശതിതമേ ദിനാങ്കേ, ജനുവരിയിലെ 28-ാം തീയതി കർണാടക രാജ്യസ്യ, കർണാടക സംസ്ഥാനത്തിലെ മംഗലാപുര സമീപസ്ഥേ, മംഗലാപുരത്തിന് സമീപത്തുള്ള കൊക്കട ഗ്രാമേ, കൊക്കട എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജന്മപ്രാപ്തവാൻ, ജനിച്ചത്. അപ്പോ ആർ വാസുദേവൻ പോറ്റി മഹോദയ നവവിംശത്യധിക നവശതോത്തര ഏകസഹസ്രതമേ വർഷേ ജനുവരി മാസസ്യ അഷ്ടാവിംശതിതമേ ദിനാങ്കേ കർണാടക രാജ്യസ്യ മംഗലാപുര സമീപസ്ഥേ കൊക്കട ഗ്രാമേ ജന്മപ്രാപ്തവാൻ. അദ്ദേഹം ജനിച്ച ദിവസവും സ്ഥലവും ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അസ്യ മാതാ, അദ്ദേഹത്തിന്റെ അമ്മ, കാവേരി അമ്മാൾ, അമ്മയുടെ പേരാണ് കാവേരി അമ്മാൾ. പിതാ, അച്ഛന്റെ പേര് വി രാമൻ പോറ്റി മഹാശയശ്ച, അച്ഛന്റെ പേര് വി രാമൻ പോറ്റി എന്നാണ്. കാവേരി അമ്മാളിന്റെയും വി രാമൻ പോറ്റിയുടെയും മകനായിട്ടാണ് ആർ വാസുദേവൻ പോറ്റി ജനിച്ചിട്ടുള്ളത്. ജന്മന അയം കർണാടകീയശ്ചേതപി, ജന്മം കൊണ്ട് അയം അദ്ദേഹം കർണാടകീയ ചേതപി, കർണാടകീയശ്ചേതപി എന്നുള്ള നമുക്ക് പദം മുറിക്കുമ്പോൾ കർണാടകീയ, കർണാടകക്കാരനാണെങ്കിലും അസ്യ പ്രവർത്തി മണ്ഡലം, അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയത് എവിടെയാണ്? കേരള രാജ്യമാസി, കേരള രാജ്യത്തിലായിരുന്നു. അപ്പൊ ജന്മം കൊണ്ട് അദ്ദേഹം കർണാടകക്കാരനാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തി മണ്ഡലമായിട്ട്
കണക്കാക്കിയത്, അദ്ദേഹം പ്രവർത്തി മണ്ഡലമായിട്ട് കണ്ടത് കേരളത്തെയായിരുന്നു, കേരള സംസ്ഥാനത്തെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മ വർഷം, ദിവസം, സ്ഥലം, അച്ഛന്റെ അമ്മയുടെ പേര്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. നോക്കാം. അയം 2040-900 വർഷേ തിരുവനന്തപുരനഗരെ വർത്തമാനാयाः संस्कृतपाठशालायाः शास्त्रीपरीक्षाम् उत्तीर्णवान्. यद्यपि अस्य अनेके गुरवः आसन् तथापि यं हरिहरशास्त्रीमहोदयः प्रधानो गुरुरासीत्. अयं बहुकालं यावत् तिरुवनन्तपुरस्थे संस्कृतमहाविद्यालये आचार्यत्वेन कर्म अकरोत्. असौ केरळ सर्वकारस्य सर्वविज्ञानकोशनिर्माणे कर्म कृतवान्. महाभागोऽयं व्याकरणे, न्याये, वेदान्ते, साहित्ये च अनेकान् ग्रन्थान् व्यरचयत्. तथापि अस्य लघुसिद्धान्तकौमुद्याः बालहितैषिणी इति मलयाळव्याख्या अत्यन्तं प्रसिद्धा भवति. संस्कृतभाषायामस्य योगदानं पुरस्कृत्य भारतसर्वकारः राष्ट्रपतिपुरस्कारमपि अस्मै अयच्छत्. 2021 वर्षे मे मासस्य 2 दिनाङ्के अयं मनीषी कालयवनिकां प्राविशत्. നോക്കാം. അയം 2040-900 വർഷേ 1942 അദ്ദേഹം തിരുവനന്തപുര നഗരേ വർത്തമാനായാः സംസ്കൃത പാഠശാലായാः, തിരുവനന്തപുരം നഗരത്തിൽ നിലകൊള്ളുന്ന സംസ്കൃത പാഠശാല, അതായത് സംസ്കൃതം കോളേജിൽ നിന്ന് ശാസ്ത്രി പരീക്ഷാം ഉത്തീർണവാൻ. ശാസ്ത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഗ്രി എന്നുള്ള ഒരു യോഗ്യതയാണ്. അതിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ശാസ്ത്രി. അപ്പൊ തിരുവനന്തപുരത്തുള്ള സംസ്കൃത കോളേജിൽ നിന്ന് അദ്ദേഹം ഡിഗ്രി പരീക്ഷ ജയിച്ചു. ഉത്തീർണവാൻ, ശാസ്ത്രി പരീക്ഷാം ഉത്തീർണവാൻ, വിജയിച്ചു. യദ്യപി അസ്യ അനേകേ ഗുരവഃ ആസൻ തഥാപി യം ഹരിഹര ശാസ്ത്രി മഹോദയഃ പ്രധാനോ ഗുരുരാസീത്. അദ്ദേഹത്തിന് ഒരുപാട് ഗുരുക്കന്മാര്, അതായത് സംസ്കൃതത്തിൽ ഒരുപാട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നെങ്കിൽ കൂടി യം ഹരിഹര ശാസ്ത്രി മഹോദയ, യം ഹരിഹര ശാസ്ത്രി എന്ന് പറയുന്ന സാറാണ് അദ്ദേഹത്തിന്റെ പ്രധാനോ ഗുരു. അദ്ദേഹത്തിന്റെ പ്രധാന ഗുരുവായിട്ട് അദ്ദേഹം കണക്കാക്കിയിരുന്നത് എം ഹരിഹര ശാസ്ത്രിയെ ആയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അയം ബഹുകാലം യാവത് തിരുവനന്തപുരത്തെ സംസ്കൃത മഹാവിദ്യാലയെ ആചാര്യത്വേന കർമ്മ അകരോത്. അദ്ദേഹം, അതായത് വാസുദേവൻ പോറ്റി സാറ് ബഹുകാലം, ഒരുപാട് കാലം തിരുവനന്തപുരത്തുള്ള സംസ്കൃത മഹാവിദ്യാലയെ, സംസ്കൃതം കോളേജില് ആചാര്യത്വേന, ആചാര്യ എന്ന് പറഞ്ഞാൽ അധ്യാപകനായിട്ട് കാര്യം, അതായത് കർമ്മ അകരോത്, കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹം അവിടെ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജിൽ അദ്ദേഹം ഒരുപാട് കാലം അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അസൗ കേരള സർവകാരസ്യ സർവവിജ്ഞാന കോശ നിർമ്മാണേ കർമ്മ കൃതവാൻ. അദ്ദേഹം കേരള സർക്കാരിന്റെ, കേരള സർവകാരസ്യ, കേരള സർക്കാരിന്റെ സർവവിജ്ഞാന കോശ നിർമ്മാണേ, സർവവിജ്ഞാന കോശ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈക്ലോപീഡിയ. അപ്പൊ കേരള സർക്കാർ ഒരു എൻസൈക്ലോപീഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ലൈബ്രറികളിലൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സർവവിജ്ഞാന കോശം, എൻസൈക്ലോപീഡിയ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ നിർമ്മാണത്തില് കർമ്മകൃതവാൻ. അപ്പൊ അതില് അദ്ദേഹം വാക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ എന്താണ് ആ സാധനം, അല്ലെങ്കിൽ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ ആ ഒരു സംഭവം പുസ്തക രചനയുടെ അവസരത്തില് ആർ വാസുദേവൻ പോറ്റി സാറും അതില് പങ്കാളിയായിട്ടുണ്ട്. അദ്ദേഹവും അതിന് വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. സർവവിജ്ഞാന കോശ നിർമ്മാണത്തിൽ അദ്ദേഹവും ജോലി ചെയ്തിട്ടുണ്ട്. മഹാഭാഗോയം വ്യാകരണേ, ന്യായേ, വേദാന്തേ, സാഹിത്യേ ച അനേകാൻ ഗ്രന്ഥാൻ വിരചയത്. മഹാഭാഗോയം, അയം മഹാഭാഗഃ, ഈ മഹാത്മാവ് ആർ വാസുദേവൻ പോറ്റി മഹോദയ വ്യാകരണത്തില്, ന്യായത്തില്, വേദാന്തത്തില്, സാഹിത്യത്തില്, സംസ്കൃതത്തിലെ വളരെ വിശാലമായി കിടക്കുന്ന സംസ്കൃത
വാങ്മയത്തില് പ്രധാനപ്പെട്ട 4 മേഖലകളാണ് വ്യാകരണം, ന്യായം, വേദാന്തം, സാഹിത്യം. ഈ 4 മേഖലകളിലും അനേകാൻ ഗ്രന്ഥാൻ വിരചയത്, ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. തഥാപി എന്നിരുന്നാലും അസ്യ ലഘു സിദ്ധാന്ത കൗമുദ്യാഹ ബാലഹിതൈഷിണീതി മലയാള വ്യാഖ്യ അത്യന്തം പ്രസിദ്ധ ഭവതി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ലഘു സിദ്ധാന്ത കൗമുദിയുടെ ബാലഹിതൈഷിണി, കുട്ടികൾക്ക് വേണ്ടി സംസ്കൃതത്തിലെ വ്യാകരണ പാഠങ്ങളെ വളരെ ലഘുവായ രീതിയിൽ, വളരെ സരളമായ രീതിയിൽ മലയാള വ്യാഖ്യയോട് കൂടിയിട്ട്, മലയാളത്തിലെ അർത്ഥത്തോടു കൂടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ബാലഹിതൈഷിണി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം, ആ മലയാള വ്യാഖ്യ അത്യന്തം പ്രസിദ്ധ ഭവതി, വളരെ പ്രസിദ്ധമാണ്. പോറ്റി സാറിന്റെ പുസ്തകങ്ങളിൽ വെച്ച് തന്നെ ഒരുപാട് വളരെ വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടി, കുട്ടികൾക്ക് സംസ്കൃതത്തിലെ വ്യാകരണ പാഠങ്ങളെ സരളമാക്കാൻ, എളുപ്പമാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള ലഘു സിദ്ധാന്ത കൗമുദിയുടെ ബാലഹിതൈഷിണി എന്ന് പറയുന്ന ഒരു മലയാളത്തിലുള്ള വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്. അതാണ് ഏറ്റവും പ്രസിദ്ധമായിട്ട് ഇവിടെ പറയുന്നത്. സംസ്കൃത ഭാഷായാം അസ്യ യോഗദാനം പുരസ്കൃത്യ ഭാരത സർവകാരഃ രാഷ്ട്രപതി പുരസ്കാരമപി അസ്മൈ അയച്ചത്. സംസ്കൃത ഭാഷായാം, സംസ്കൃത ഭാഷയിൽ അസ്യ യോഗദാനം, അദ്ദേഹത്തിന്റെ സംഭാവനകളെ, അദ്ദേഹത്തിന്റെ സ്വാധീനം, സംസ്കൃത ഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കണക്കാക്കിയിട്ട് ഭാരത സർവകാരഃ, ഭാരത സർക്കാർ രാഷ്ട്രപതി പുരസ്കാരമപി അസ്മൈ അയച്ചത്, രാഷ്ട്രപതി പുരസ്കാരവും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ ബഹുമതിയാണ് സാഹിത്യകാരന്മാർക്ക് കൊടുക്കുന്ന രാഷ്ട്രപതി പുരസ്കാരം. അപ്പൊ ഇത്തരത്തിൽ സംസ്കൃത ഭാഷയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആർ വാസുദേവൻ പോറ്റി സാറിന് വേണ്ടി സംസ്കൃത ഭാഷയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളെ കണക്കിലെടുത്തുകൊണ്ട് ഭാരത സർക്കാർ, ഇന്ത്യൻ ഗവൺമെന്റ് അദ്ദേഹത്തിന് രാഷ്ട്രപതി പുരസ്കാരവും നൽകിയിട്ടുണ്ട്. ഏകവിംശത്യധിക ദ്വിസഹസ്രതമേ വർഷേ മെയ് മാസസ്യ ദ്വിതീയേ ദിനാങ്കേ അയം മനീഷി കാലയവനികാം പ്രാവിശത്. ആ വർഷം നമുക്ക് പരിചിതമാണല്ലേ, 2021. നമുക്ക് നമ്മളിങ്ങനെ എഴുതി പഠിക്കുന്ന വർഷങ്ങളിൽ അടുത്ത വർഷം തന്നെ, നമ്മൾ കഴിഞ്ഞു പോയ 2021 മെയ് മാസസ്യ ദ്വിതീയ ദിനാങ്കേ, മെയ് മാസത്തിലെ 2-ാം തീയതി അയം മനീഷി, ഈ പണ്ഡിതൻ, ഇദ്ദേഹം ആർ വാസുദേവൻ പോറ്റി സാറ്, ഈ പണ്ഡിതൻ കാലയവനികാം പ്രാവിശത്, കാലത്തിന്റെ യവനികയിലേക്ക് പ്രവേശിച്ചു. അതായത് യവനിക എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ കർട്ടൻ, യവനിക എന്ന് പറഞ്ഞാൽ കർട്ടനാണ്. അപ്പൊ ആ കർട്ടന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു, അതായത് അദ്ദേഹം അന്തരിച്ചു, അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. അപ്പൊ അദ്ദേഹം ജനിച്ച ദിവസവും മരിച്ച ദിവസവും ഒക്കെ നമുക്ക് ഇതിൽ ഈ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. സംസ്കൃത മേഖലയില്, സംസ്കൃത ഭാഷയില് വളരെയധികം പ്രമുഖനായിട്ടുള്ള, വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആർ വാസുദേവൻ പോറ്റി മഹോദയ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗമാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹം എവിടെയൊക്കെ പഠിച്ചു, ഏത് വർഷങ്ങളിലാണ് ജന്മം, മരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പ്രധാന പുസ്തകങ്ങളെ, എവിടെയൊക്കെ ജോലി ചെയ്തു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പദച്ഛേദ. പദച്ഛേദത്തിൽ പറയുന്നു ജന്മനായം, ജന്മനായം, ജന്മനാ അധികം അയം. ഇവിടെ ജന്മന എന്നുള്ള ദീർഘവും അയം എന്നുള്ള ആയും ചേരുമ്പോൾ ജന്മനായം എന്ന് കൂട്ടി പറയുന്നു. കർണാടകീയശ്ചേതപി, കർണാടകീയശ്ചേതപി എന്നുള്ളത് കർണാടകീയ അധികം ചേത് അധികം അപി. അവിടെ കർണാടകീയ പ്ലസ് ചേത് പ്ലസ് അപി എന്ന് വന്നപ്പോ അവിടെ ഷ എന്നുള്ളൊരു ശബ്ദം വരുന്നുണ്ട്. അതുപോലെ തകാരം ദകാരമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാഭാഗോയം, മഹാഭാഗഃ അധികം അയം, മഹാഭാഗഃ അധികം അയം എന്നുള്ളത് മഹാഭാഗോയം എന്ന് ദീർഘമായിട്ട് വരുന്നു. രാഷ്ട്രപതി പുരസ്കാരമപ്യസ്മൈ, രാഷ്ട്രപതി പുരസ്കാരമപ്യസ്മൈ എന്നുള്ളത് പദം മുറിക്കുമ്പോ രാഷ്ട്രപതി പുരസ്കാരം അധികം അപി അധികം അസ്മൈ, രാഷ്ട്രപതി പുരസ്കാരം അധികം അപി അധികം അസ്മൈ. അഗ്രഗണ്യ ആസീത്,
അത് നമുക്ക് കാണുമ്പോൾ രണ്ട് പദമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ അഗ്രഗണ്യ അധികം ആസീത്, അഗ്രഗണ്യ ആസീത് എന്നുള്ളത് അഗ്രഗണ്യ അധികം ആസീത് എന്ന് തന്നെ പറയുന്നു. വിഗ്രഹ, വിഗ്രഹവാക്യങ്ങളിൽ നമ്മൾ ഈ പാഠഭാഗത്തിൽ പരിചയപ്പെട്ട കുറച്ച് പദങ്ങളുടെയാണ്. ജിജ്ഞാസയ, ജിജ്ഞാസയ നമ്മൾ കണ്ടു, അറിയാനുള്ള ആഗ്രഹത്തെയാണ് ജിജ്ഞാസ എന്ന് പറയാം. ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ തയാ, ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ തയാ ജിജ്ഞാസയ. വിജയ സോപാനാനി, വിജയസ്യ സോപാനാനി, വിജയത്തിന്റെ ചവിട്ടുപടികൾ. അപ്പൊ സോപാനം എന്ന് പറഞ്ഞാൽ പടികൾ എന്നാണല്ലോ. വിജയസ്യ സോപാനാനി, വിജയ സോപാനാനി. സാനുജഹ, നമ്മൾ ആദ്യം പറഞ്ഞൊരു വാക്കായിരുന്നു സാനുജഹ. അനുജേന സഹ വർത്തതേ ഇതി സാനുജഹ, അനുജനോട് കൂടിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സാനുജഹ. ആ കേരളം, ആ കേരളം എന്ന് പറഞ്ഞാൽ കേരളേഭ്യ ആ, കേരളം മുഴുവൻ, അവിടെ തൊട്ട് ഇവിടം വരെ എന്നുള്ള അർത്ഥത്തിൽ ആ കേരളം, കേരളേഭ്യ ആ കേരളം. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പാഠഭാഗം സസ്വരം വാചയതു സംഘശഃ അവതാരയതു ച. നമ്മൾ പാഠഭാഗം നല്ല അക്ഷരശുദ്ധിയോടെയും ആശയം മനസ്സിലാക്കി ഉചിത ഭാവത്തോടുകൂടി വായിച്ച് പരിശീലിക്കുക. സംസ്കൃത ഭാഷ നിങ്ങൾക്ക് നല്ല രീതിയിൽ വായിക്കാൻ കഴിയട്ടെ. വായനയിലൂടെ മാത്രമേ നമുക്കൊരു ഭാഷ നമ്മുടെ കയ്യിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ നന്നായിട്ട് വായിച്ച് പരിശീലിക്കാം. അടുത്തത് അധോദത്തേഷു മഹാത്മസു കസ്യാപ്യേകസ്യ ജീവചരിതം രൂപരേഖായാം ലിഖതു. ജീവചരിതമല്ല എഴുതാൻ പറയുന്നത്, അതിന് രൂപരേഖയാണ്. രൂപരേഖ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ നമ്മുടെ അടുത്ത പേജിൽ നമ്മൾ പറയുന്നുണ്ട് നാമ, ജനനം, ജന്മസ്ഥലം, മാതാ, പിതാ, യോഗദാനം, ദിവംഗതി. അപ്പൊ പേര്, ജനനം, ജന്മസ്ഥലം, അമ്മ, അച്ഛൻ, സംഭാവന. യോഗദാനം എന്ന് പറഞ്ഞാൽ സംഭാവന, അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ്, ദിവംഗതി മരണം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഒരു രൂപരേഖ, രൂപരേഖ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൊഫൈൽ പോലെ ഒരാളെ പറ്റിയിട്ട് അയാളുടെ പ്രൊഫൈൽ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതാണ് ഈ ഒരു പാറ്റേണിലാണ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദ, പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരുദേവ, കുമാരനാശാൻ, PC ദേവസ്യ, ഫാദർ ജോൺ കുന്നപ്പള്ളി, IC ചാക്കോ. നമ്മൾ പാഠഭാഗത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞിരുന്നു സംസ്കൃത പണ്ഡിതരാണ് ഇവരൊക്കെ. ഇവരെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി ഇവരുടെ ഒരു ജീവചരിത്രത്തിന്റെ രൂപരേഖ, ജീവചരിത്രത്തിന്റെ രൂപരേഖ നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ ടിപ്പണി പുസ്തകത്തിൽ എഴുതാം. നമുക്ക് പരീക്ഷകൾക്ക് ഉപകാരപ്രദമാണ്. അടുത്ത പ്രവർത്തനം സൂചനാനുസാരം ചർച്ചാം കൃത്വ മഹാത്മനാം മഹത്വമധികൃത്യ ടിപ്പണിയും ലിഖതു. അതായത് ഇവിടെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ആ സൂചനയ്ക്കനുസരിച്ച് മഹാത്മാക്കളുടെ മഹത്വത്തെ കുറിച്ചിട്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? തേ കഥം മഹാവ്യക്തയഃ ജാതാഃ. അവരെങ്ങനെയാണ് മഹത് വ്യക്തികളായിട്ട് മാറിയത്, എങ്ങനെയാണ് അവർ മഹത് വ്യക്തികളായി ആയത്? തേഷാം കർമ്മമണ്ഡലം കിം, അവരുടെ പ്രവൃത്തി മണ്ഡലം എന്താണ്, അല്ലെങ്കിൽ ഏതാണ് അവരുടെ പ്രവൃത്തി മണ്ഡലം? തേഷാം യോഗദാനം കിം, അവരുടെ സംഭാവനകൾ, അവരെന്തൊക്കെയാണ് പ്രവൃത്തി മേഖലയിൽ ചെയ്തിട്ടുള്ളത്, അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത സൂചന. ലാസ്റ്റ് വൺ തേഷാം ജീവനാത് ഭവദ്ഭിഹി കിം അവഗതം, അവരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഒരു മഹത് വ്യക്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരെങ്ങനെയാണ് മഹത് വ്യക്തികളായത്, അവരുടെ പ്രവൃത്തി മണ്ഡലം ഏതാണ്, അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്, അവരിൽ നിന്ന്, ആ ഒരു മഹത് വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്തു പാഠമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് എന്താണ് അറിവായിട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഒരു ടിപ്പണിയായിട്ട്, ഒരു കുറിപ്പായിട്ട് നിങ്ങളോട് ഇവിടെ ചർച്ച ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അടുത്ത പ്രവർത്തനം വർഷാണി അക്ഷരൈഹി ലിഖതു, വർഷങ്ങള് അക്ഷരത്തിൽ എഴുതാൻ. അപ്പൊ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് 2023. എങ്ങനെ പറയാം? ത്രയോവിംശത്യധിക ദ്വിസഹസ്രം, ത്രയോവിംശത്യധിക ദ്വിസഹസ്രം എന്നാണ് 2023 പറയാം. 1942 നമ്മുടെ പാഠഭാഗത്തിലുള്ള ഒരു വർഷമാണ് അല്ലെ. അദ്ദേഹം തിരുവനന്തപുരത്ത് സർവകലാശാല കോളേജിൽ നിന്ന് വാസുദേവൻ പൊട്ടി സാറ് ശാസ്ത്രി പരീക്ഷ വിജയിച്ച വർഷം. അപ്പൊ ആ വർഷത്തെ നമുക്ക് എങ്ങനെ പറയാം? 240 നവശതോത്തര 1 സഹസ്രം
എന്നാണ് ആ വർഷത്തിന് പറയാ. അടുത്തത് 2021, വാസുദേവൻ പോറ്റി സാറിന്റെ മരിച്ച വർഷം, അദ്ദേഹം മരിച്ച വർഷമാണ് 2021. അത് നമ്മൾ പാഠഭാഗം പഠിച്ച സമയത്ത് ചർച്ച ചെയ്തതാണ്. ഇതുപോലെ നിങ്ങൾ പ്രധാനപ്പെട്ട വർഷങ്ങൾ, ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം അല്ലെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട വർഷങ്ങളൊക്കെ നിങ്ങൾ എഴുതി സ്വയം പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ എഴുതി എങ്ങനെയാണ് എവിടെയാണ് നമ്മൾ കൂട്ടിച്ചേർത്ത് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അത്തരത്തിൽ കൂടുതൽ വർഷങ്ങൾ എഴുതി നിങ്ങൾ പരിശീലിക്കുക. സൂചനാനുസാരം വാക്യാനി പരിവർത്തയതു. സൂചനക്കനുസരിച്ച് സെന്റൻസുകളെ പരിവർത്തനം ചെയ്യാനാണ്. നോക്കാം. യഥാ, ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ജയേഷഃ ഇദാനീം കൊൽക്കത്ത നഗരേ വസതി. അടുത്തത് ജയേഷഃ ഗതവർഷേ ചെന്നൈ നഗരേ അവസത്. ആദ്യത്തെ സെന്റൻസിൽ വസതി എന്നുള്ളതിനും രണ്ടാമത്തെ സെന്റൻസിൽ അവസത് എന്നുള്ളതിനും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ജയേഷഃ ഇദാനീം കൊൽക്കത്ത നഗരേ വസതി. ജയേഷ് ഇപ്പോൾ കൊൽക്കത്ത നഗരത്തിലാണ് താമസിക്കുന്നത്. വസതി താമസിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ജയേഷഃ ഗതവർഷേ ചെന്നൈ നഗരേ അവസത്. ജയേഷ് കഴിഞ്ഞ വർഷത്തിൽ ചെന്നൈ നഗരത്തിൽ താമസിച്ചിരുന്നു. അവസത് എന്ന് പറഞ്ഞാൽ ഭൂതകാലമാണ്, താമസിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം വസതി എന്നുള്ളത് വർത്തമാന കാലത്തില് താമസിക്കുന്നു എന്നർത്ഥം കിട്ടുന്ന ലട്ട് രൂപവും അവസത് എന്നുള്ളത് ഭൂതകാല അർത്ഥത്തിൽ വരുന്ന ലങ് ലകാരത്തിൽ വരുന്ന രൂപവുമാണ്. വസതി ലട്ട്, അവസത് ലങ്. അപ്പൊ അത്തരത്തില് നമുക്ക് ഓരോ കാലത്തിനും അനുസരിച്ച് ക്രിയാപദങ്ങളെ മാറ്റി എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ്. ഒന്നാമത്തെ പ്രവർത്തനം, അദ്യ രമേശഃ റോട്ടികാം ഖാതതി. ഇന്ന്, അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന്, രമേശ് റൊട്ടി കഴിക്കുന്നു. ഖാതതി എന്നുള്ളതാണ് കേട്ടോ ക്രിയാപദം. ഹ്യഹ രമേശഃ അപൂപം ഡാഷ്. ഹ്യഹ ഇന്നലെ രമേശ് അപൂപം അപ്പം കഴിച്ചിരുന്നു. എന്നുള്ളതിന് ഘാതതി എന്ന ക്രിയയുടെ ഭൂതകാല രൂപമാണ് വേണ്ടത്. അപ്പൊ അഘാതത് എന്നുള്ള രൂപമാണ് നമ്മുടെ എഴുതേണ്ടത്. ഘാതതി എന്നുള്ളത് ലട്ടും അഘാതത് എന്നുള്ളത് ലങ്ങുമാണെന്ന് മനസ്സിലാക്കാം. അടുത്തത്, റസിയ അദ്യ ഗണിതം ലിഖതി. റസിയ ഇന്ന് കണക്ക് ഗണിതം എഴുതുന്നു. റസിയ പരഹ്യഃ സംസ്കൃതം ഡാഷ്. റസിയ പരഹ്യഃ, ഹ്യഹ ഇന്നലെയാണല്ലോ, അപ്പൊ പരഹ്യഃ എന്ന് പറഞ്ഞാൽ മിനിയാന്ന് സംസ്കൃതം ഡാഷ്. സംസ്കൃതം എഴുതിയിരുന്നു എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ലിഖതി എന്ന ക്രിയാപദത്തിന്റെ ലട്ട് ലകാരത്തിൽ വരുന്ന ലിഖതിയുടെ ലങ് രൂപം, ഭൂതകാല രൂപം എന്തായിരിക്കും? അലിഖത് എന്നാണ് വരിക. ലിഖതി അലിഖത്, പഠതി അപഠത്, ഘാതതി അഘാതത്, വദതി അവദത്. ഈ തരത്തിലാണ് നമുക്ക് ക്രിയാപദങ്ങളെ ലട്ടിലേക്കും ലങ്ങിലേക്കും ഉള്ള പ്രവർത്തനമായിട്ട് ചെയ്യാനുള്ളത്. കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്ത് നിങ്ങൾ ഇത്തരത്തിൽ ചെയ്ത് പരിശീലിക്കുക. അവസാനത്തെ പ്രവർത്തനം വരുന്നത്, കോഷ്ടകാത് ഉചിതം ശബ്ദം സ്വീകൃത്യ കഥ പരിവർത്തയതു. അപ്പൊ ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്, നോക്കാം. കശ്ചന ബാലകഃ ഗൃഹം അഗച്ഛത്. തദാ ഏകഃ ശുനകഃ അനേന മാർഗേണ ആഗച്ഛത്. ശുനകാത് ഭീതഃ സഹ ബാലകഃ അധാവത്. സഹ സുരക്ഷിതോ ഭൂത്വാ ഗൃഹം പ്രാപ്തവാൻ. അപ്പോ ഇതില് ആദ്യത്തെ സെന്റൻസില് അഗച്ഛത് എന്ന വാക്കിന്, അതേപോലെ രണ്ടാമത്തേതില് ആഗച്ഛത് എന്നുള്ള വാക്കിന്, മൂന്നാമത്തേതില് അധാവത് എന്നുള്ള വാക്കിലൊക്കെ അടിവരയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ ലങ് ലകാരത്തിലുള്ള ഭൂതകാലത്തിൽ വരുന്ന വാക്കുകളാണ്. കശ്ചന ബാലകഃ ഗൃഹം അഗച്ഛത്. കശ്ചന ബാലകഃ ഒരു ആൺകുട്ടി വീട്ടിലേക്ക് പോയി. അഗച്ഛത് പോയി. അഗച്ഛത് എന്നുള്ളിടത്ത് ഗമധാതുവിന്റെ രൂപമാണ്, ലങ് ലകാരത്തിൽ വരുന്ന രൂപമാണ്, പോയി എന്നുള്ള അർത്ഥത്തിലാണ്. തഥാ ഏകഃ ശുനകഃ അനേന മാർഗേണ ആഗച്ഛത്. തഥാ അപ്പോൾ ഏകഃ ശുനകഃ ഒരു നായ, അനേന മാർഗേണ ആ വഴിയിലൂടെ, ആഗച്ഛത് അവിടെയും ഗമധാതുവാണ്, ആഗച്ഛത് എന്നാണ് രൂപം. ആഗച്ഛത് വന്നു എന്നാണ് രൂപം വരുന്നത്. അപ്പൊ
അഗച്ഛത് പോയി, ആഗച്ഛത് വന്നു. ശുനകാ ഭീതഃ സഹ ബാലകഃ അധാവത്. ശുനകാ ഭീതഃ നായയിൽ നിന്ന് പേടിച്ച, സഹ ബാലകഃ നായയെ കണ്ട് പേടിച്ച ആ ആൺകുട്ടി, അധാവത് അധാവത് ഓടി. സഹ സുരക്ഷിതോ ഭൂത്വ ഗൃഹം പ്രാപ്തവാൻ. സഹ അവൻ സുരക്ഷിതനായിട്ട് വീട്ടിൽ എത്തിച്ചേർന്നു. ഗൃഹം പ്രാപ്തവാൻ വീട്ടിൽ എത്തിച്ചേർന്നു. ഇതിന് വന്നു പോയി എന്ന അർത്ഥം വരുന്ന അഗച്ഛത്, വന്നു എന്നർത്ഥം വരുന്ന ആഗച്ഛത്, ഓടി എന്നർത്ഥം വരുന്ന അധാവത്, ഈ 3 പദങ്ങൾക്ക് അടിവരയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ലങ് ലകാര രൂപങ്ങളാണ്. ഇതിനെ നമ്മൾ പരിവർത്തനം ചെയ്യുന്നു. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആഗതവാൻ, ധാവിതവാൻ, ഗതവാൻ, ഈ രൂപങ്ങൾക്ക് എന്താണ് പ്രത്യേകത? ഇത് കൃതവധു പ്രത്യയം എന്ന് പറയും. കൃതവധു പ്രത്യയാന്തമായിട്ടുള്ള രൂപങ്ങളാണ്. ആഗതവാൻ, ധാവിതവാൻ, ഗതവാൻ. അപ്പൊ ആദ്യത്തേത് അഗച്ഛത് എന്നുള്ള രൂപമാണ് അല്ലെ. ആദ്യത്തെ സെന്റൻസില് ഗമുധാതുവിന്റെ ലങ് ലകാര രൂപമായിട്ടുള്ള അഗച്ഛത് എന്തായി മാറും? കശ്ചന ബാലകഃ ഗൃഹം ഗതവാൻ. ഒരു ആൺകുട്ടി വീട്ടിലേക്ക് പോയി എന്നായി. ഗതവാൻ എന്ന് കൊടുത്താൽ അഗച്ഛതിന്റെ അതേ അർത്ഥമാണ്. തഥാ ഏകഃ ശുനകഃ അനേന മാർഗേണ ആഗച്ഛത്. ആഗച്ഛത് വന്നു എന്നുള്ള അർത്ഥത്തിന് ആഗതവാൻ എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് ശുനകാത് ഭീതഃ സഹ ബാലകഃ അധാവത്. നായയിൽ നിന്ന് പേടിച്ച ആൺകുട്ടി ഓടി എന്നർത്ഥം വരുന്ന അധാവത് എന്ന ലങ് രൂപത്തിന് പകരം നമുക്ക് കൃതവധു പ്രത്യയാന്തമായിട്ടുള്ള ധാവിതവാൻ എന്ന രൂപം ചേർക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ ലങ് രൂപത്തിന്റെ കൃതവധു രൂപം ഏതാണ് എന്നുള്ള രീതിയിൽ ഒരു പട്ടിക പോലെ എഴുതി പരിശീലിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷകൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയും ചെയ്ത് പരിശീലിക്കാം. അനുബന്ധ എന്നുള്ള ഭാഗത്ത് ശബ്ദകോശമാണ്. നമുക്ക് അറിയാത്ത പദങ്ങളെ, നമ്മൾ ഈ പാഠത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന പദങ്ങളെ നമുക്ക് സംസ്കൃതത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലും കന്നഡത്തിലും ഒക്കെ കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ നമുക്ക് 2 സാഹിത്യകാരന്മാരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദ സംസ്കൃതത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ്. വ്യാകരണത്തിലും സംസ്കൃത വ്യാകരണത്തില് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, തൻ്റെതായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഭക്തികാവ്യങ്ങളും എഴുതിയിട്ടുള്ള സംസ്കൃത പണ്ഡിതനാണ്, കേരളീയനാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അദ്ദേഹം മലപ്പുറം ജില്ലയിലാണ് ജനിച്ചിട്ടുള്ളത്. അടുത്തത് കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് നമുക്കറിയാം, തുള്ളൽ, ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന തുള്ളൽ എന്നുള്ള ഒരു കലാരൂപം, 3 തരത്തിലുള്ള തുള്ളലുകളുണ്ട്. അതിൽ തുള്ളൽ എന്നുള്ള ഒരു കലാരൂപം കണ്ടുപിടിച്ച ആ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു സാഹിത്യകാരനാണ്, കവിയാണ്. അത്തരത്തിലുള്ള ഒരു കലാകാരനാണ് കുഞ്ചൻ നമ്പ്യാർ. പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ലക്കിടിയാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം. അപ്പൊ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദ, കുഞ്ചൻ നമ്പ്യാർ രണ്ടുപേരും മലയാളത്തിലെ സംസ്കൃതത്തില് മേൽപ്പത്തൂര്, കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിലാണ് അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ വളരെ പ്രശസ്തരായ കേരളീയ സാഹിത്യകാരന്മാരാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ വാക്യകോവിദ എന്ന പാഠഭാഗത്തില് കർണാടകയിൽ ജനിച്ച് കേരളത്തിലെ സംസ്കൃത മേഖലയിലെ വളരെയധികം വലിയ മാറ്റം സൃഷ്ടിച്ച ആർ വാസുദേവൻ പോറ്റി സാറിനെ കുറിച്ചുള്ള പാഠഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഇനി 7ാം ക്ലാസ്സിലെ അവസാനത്തെ പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവസാന പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വന്ദേ സംസ്കൃത മാതരം.